അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല ചൂട് കപ്പ ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ അങ്ങ് വെച്ച് പിടിപ്പിച്ച്. ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കപ്പ ബിരിയാണി കഴിക്കണമെങ്കിൽ അത് നല്ല ഷാപ്പിലെ കപ്പ ബിരിയാണി തന്നെ കഴിക്കണം. മറ്റുള്ള ഹോട്ടലിൽ കിട്ടുന്ന കപ്പ ബിരിയാണിനേക്കാളും ഒരു പിടി സ്വാദ് കൂടുതലാണ് ഷാപ്പിൽ നിന്ന് വാങ്ങുന്ന കപ്പ ബിരിയാണിക്ക്. അതുകൊണ്ട് നേരെ ഷാപ്പിലോട്ട് തന്നെ പോയി. ബീഫിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്തു നിന്ന് പോയി വാങ്ങുമ്പോഴത്തേക്കും കപ്പ ബിരിയാണിക്കകത്ത് ഒന്നോ രണ്ടോ, ആ ഫുൾ കപ്പ ബിരിയാണിക്കകത്ത് ഒന്നോ രണ്ടോ ബീഫ്, ചിലപ്പോൾ ഒരു ബീഫ്, ചിലപ്പോൾ ബീഫ് ഉണ്ടാവത്തേ ഇല്ലായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറേ പീസുകൾ നമുക്ക് കിട്ടും, ബീഫിൻ്റെ പീസുകൾ കിട്ടും. മാത്രമല്ല രുചി ഒന്നുകൂടെ മുൻതൂക്കം കൂടുതലാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം കപ്പ ബിരിയാണി ഇടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാനിങ്ങനെയാണ് ഇച്ചിരി ബീഫിൻ്റെ പീസൊക്കെ കൂടുതലുള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് വാങ്ങാറ്. പിന്നെ വല്ലപ്പോഴും വീട്ടിലുണ്ടാക്കും. എന്നാൽ ഏതായാലും കപ്പ ബിരിയാണി വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് പറയാതിരിക്കുന്നത്, മോശമല്ലേ? അത് കാരണം അവിടെ നിന്നൊരു ബീഫ് റോസ്റ്റും കൂടെ വാങ്ങി. ഇവിടുത്തെ ബീഫ് റോസ്റ്റിനും ഒരു സ്വാദ് ഇച്ചിരി കൂടുതലാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു രുചിയാണ് ഈ നാടൻ ഫുഡുകളോടൊക്കെ. അപ്പോൾ ഈ നാടൻ ഫുഡ് കഴിക്കുന്നത് ശരിക്കും ഷാപ്പിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കൂടുതലാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ കപ്പ ബിരിയാണിക്കകത്തേക്ക് ആ ബീഫിൻ്റെ റോസ്റ്റും കൂടെ ഞെരടി കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു സുഖം, ആഹാ എന്താ സാധനറിയാമോ? ശരിക്കും പറഞ്ഞാൽ ബീഫ് നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല എരിവും ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിന് പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ.